ജീവിതം ദുഃഖദുരിതങ്ങളുടെ കടലാണെങ്കിൽ ആശ്വാസത്തിൻ്റെ പച്ചത്തുരുത്തുകളാണ് പുസ്തകങ്ങൾ. എൻ്റെ ബാല്യകൗമാരങ്ങളെ ബലപ്പെടുത്തിയതും സ്വരപ്പെടുത്തിയതും മികച്ച പുസ്തകങ്ങളാണ്. പുസ്തകങ്ങൾ എനിക്ക് മറ്റാരും നൽകാത്ത ആശ്വാസവും പ്രതീക്ഷയും നൽകി. ആശ്രയിക്കാൻ മറ്റാരുമില്ലാഞ്ഞപ്പോൾ ഞാൻ അക്ഷരങ്ങളോട് വല്ലാത്ത ചങ്ങാത്തം കൂടി. അങ്ങനെ എനിക്ക് എന്നിലെ എന്നെ പിടികിട്ടി എന്ന് പറയുന്നതാണ് സത്യം. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് കേരളത്തിൽ നിന്ന് ആസാമിലേക്ക് വണ്ടി കയറിയ കൂലിപ്പണിക്കാരും പട്ടാളക്കാരും തങ്ങളുടെ തകരപ്പെട്ടിയിൽ പൊന്നുപോലെ സൂക്ഷിച്ചൊരു പുസ്തകമുണ്ട്. അതാണ് ചങ്ങമ്പുഴയുടെ രമണൻ. പ്രവാസികളായ കേരളീയർക്ക് ആയിടയ്ക്ക് ആശ്വാസം പകർന്ന മറ്റൊരു പുസ്തകത്തിൻ്റെ പേരാണ് ബാല്യകാലസഖി, ബഷീറിൻ്റെ. അതുപോലെ ഓടയിൽ നിന്നും എന്ന് പറയുന്ന മികച്ച ഒരു പുസ്തകം. ഈ പറഞ്ഞ പ്രശസ്തി പിൽക്കാലത്ത് രണ്ടിടങ്ങഴിയും ചെമ്മീനുമൊക്കെ നേടിയെടുത്തു. എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണത്തിൻ്റെ പുതിയൊരു കോപ്പി വാങ്ങിക്കൊണ്ട് വന്നാൽ അതുമാത്രം മതി, വേറൊന്നും വേണ്ട എന്ന് പ്രവാസിയായ മകന് കത്തെഴുതുന്ന ഒരമ്മയെക്കുറിച്ച് ONVയുടെ ഒരു പ്രസിദ്ധമായ കവിതയുണ്ട്, നിങ്ങൾ വായിച്ചു കാണും. വയലാറിൻ്റെ ഐഷ വായിച്ച് വിങ്ങലോടെ ഉറക്കം മറന്നവരുടെ ലോകമാണിത്. അത്രമേൽ പുസ്തകങ്ങൾ സ്വാധീനിച്ച, വായിച്ച് പരുവപ്പെട്ട, വായിച്ചറിയാൻ അക്ഷരം ആർത്തിയോടെ പഠിച്ചവരാണ് നമ്മൾ. ലോകത്തിൻ്റെ വെളിച്ചമാണ് പുസ്തകങ്ങൾ. വായന കൊണ്ട് അതിനെ ജ്വലിപ്പിക്കുക എന്ന് പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ്. അലസമായി വായിക്കുന്നത് വെറും ഉലാത്തലാണ് എന്ന് എഡ്വേർഡ് ലൈറ്റൺ. പുസ്തകങ്ങൾ തടവിലാക്കപ്പെട്ട ആത്മാക്കളാണ് എന്നും അലമാരയിൽ നിന്നും പുറത്തെടുത്ത് വായിക്കുമ്പോഴാണ് അവയ്ക്ക് മോചനം ലഭിക്കുന്നത്, മോക്ഷം ലഭിക്കുന്നത് എന്നും സാമുവൽ ബട്ട്ലർ. ഒരു എഴുത്തുകാരൻ പുസ്തകം ആരംഭിക്കുന്നു, വായനക്കാരൻ അത് പൂർത്തിയാക്കുന്നു എന്ന് സാമുവൽ ജോൺസൺ. സാമ്രാജ്യത്തിൻ്റെ ഒരു അധിപനല്ലായിരുന്നുവെങ്കിൽ ഒരു ഗ്രന്ഥശാല സൂക്ഷിപ്പുകാരനായി ഞാൻ മാറും, അതാണ് എനിക്കിഷ്ടമെന്ന് നെപ്പോളിയൻ. മനുഷ്യൻ്റെ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന മികച്ച ഒരു കലയാണ് വായന എന്ന് കാഫ്ക. വായന മനുഷ്യനെ പൂർണ്ണനാക്കുമെന്നും എഴുത്ത് മനുഷ്യനെ സൂക്ഷ്മവാനാക്കുമെന്നും പറഞ്ഞത് ഫ്രാൻസിസ് ബേക്കൻ. പുസ്തകങ്ങളില്ലാത്തൊരു മുറി ആത്മാവില്ലാത്ത ശരീരം പോലെയാണെന്ന് ക്രിസ്റ്റഫർ മോർലി പറഞ്ഞിട്ടുണ്ട്. ഒരു നല്ല നോവൽ അതിൻ്റെ നായകനെക്കുറിച്ച് സത്യങ്ങൾ പറയുമെന്നും കൊള്ളരുതാത്തൊരു നോവൽ അതിൻ്റെ രചയിതാവിനെക്കുറിച്ച് എല്ലാം വെളിപ്പെടുത്തുമെന്നും പറഞ്ഞത് G.K. ചെസ്റ്റർട്ടൺ. ശരീരത്തിന് വ്യായാമം പോലെയാണ് മനസ്സിന് വായനയെന്ന് നമ്മളോട് പറഞ്ഞത് ജോസഫ് എഡിസണാണ്. ചില പുസ്തകങ്ങൾ രുചിച്ചു നോക്കേണ്ടവയാണ്, ചിലത് വിഴുങ്ങേണ്ടവയാണ്, ചിലത് ചവച്ചരച്ച് ദഹിപ്പിക്കേണ്ടതാണ് എന്ന് ഫ്രാൻസിസ് ബേക്കനാണ് നമ്മളെ ഉദ്ബോധിപ്പിച്ചത്. ഒരു നല്ല കെട്ടിടം പ്രഭാത വെളിച്ചത്തും നട്ടുച്ചയ്ക്കും നിലാവെട്ടത്തിലും ആസ്വദിക്കേണ്ടതാണ്. അതുപോലെയാണ് മഹത്തായ പുസ്തകങ്ങളും. കൗമാരത്തിലും യൗവനത്തിലും വാർദ്ധക്യത്തിലും വ്യത്യസ്ത അനുഭവങ്ങളോടെ അത് വായിച്ച് ആസ്വദിച്ചിരിക്കണമെന്ന് അഭിപ്രായപ്പെട്ടത് റോബർട്ട് ഡേവിഡ്. പിന്നെ നമ്മുടെ കുഞ്ഞുണ്ണി മാഷിൻ്റെ പ്രസിദ്ധമായ കവിതയുണ്ടല്ലോ, എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ? വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും അല്ലേ? അങ്ങനെ വളഞ്ഞു പോകരുത് നമ്മൾ. വിശക്കുന്ന മനുഷ്യ പുസ്തകം കയ്യിലെടുക്കൂ, അതൊരു ആയുധമാണെന്ന് പറഞ്ഞത് ബെർദോൾട്ട് അല്ലേ? ആരോഗ്യത്തെ പറ്റിയുള്ള പുസ്തകങ്ങൾ വായിക്കുന്നത് സൂക്ഷിച്ചു വേണം. അതിൽ വല്ല അച്ചടി പിശക് വല്ലതും ഉണ്ടെങ്കിൽ മരണം സംഭവിച്ചേക്കാമെന്ന് പണ്ട് വായിച്ചൊരു രസികൻ വാചകം ഓർക്കുകയാണ്. 2 പുസ്തകച്ചട്ടകൾ ഒരു മുറിയുടെ 4 ചുവരുകളാണ് എന്നും മേൽക്കൂരയാണെന്നും ഒക്കെ നാം പുസ്തകം വായിക്കുമ്പോൾ മനസ്സിലാക്കും. ആ മുറിക്കുള്ളിൽ അനുഭൂതികളുടെ വല്ലാത്ത ജീവിതമുണ്ട് എന്ന് ജോൺ ബർജൻ പറഞ്ഞ പ്രസിദ്ധമായ വാചകം ഓർക്കും. വായിക്കാൻ ആരുമില്ലെങ്കിൽ എനിക്ക് എഴുതാനാവില്ല എന്ന് ജോൺ ചീവർ പറഞ്ഞത് പെട്ടെന്ന് ഓർമ്മ വരുന്നു. സ്വർഗമെന്ന് പറയുന്നത് ഒരു വലിയ ലൈബ്രറി ആയിരിക്കുമെന്ന് പ്രത്യാശിച്ചത് ലൂയി ബോർജെ ആണ്. പ്രിയപ്പെട്ടവരെ, ഈ വായിക്കാത്ത പുസ്തകങ്ങൾ അലമാരയിലിരുന്ന് നമ്മളെ നോക്കി കളിയാക്കും. എങ്ങനെ? വാർദ്ധക്യം തുടങ്ങുമ്പോൾ കൗമാരകാല സഖി, ബാല്യകാല സഖി പറയും പോലെ എൻ്റെ വിരൽ തുമ്പിൽ പോലും നീ ഒന്ന് തൊട്ടില്ലല്ലോ എന്ന് അല്ലേ? ഇതാരാണ് പറഞ്ഞതെന്ന് വ്യക്തമല്ല. പക്ഷെ ആരുടെ മുന്നിലും കുളിച്ച് ശുഭ്രവസ്ത്രം ധരിച്ച് ചെല്ലണമെന്ന് നിഷ്കർഷിക്കുന്ന നമുക്ക് നമ്മുടെ പുസ്തകങ്ങളും പ്രസൻറ്റബിൾ ആക്കാനുള്ള ശ്രദ്ധ ആരംഭിക്കുന്നിടത്താണ് പ്രസാധന കലയുടെ ആരംഭം അല്ലേ? ഔപചാരിക ബിരുദങ്ങളുടെ അവകാശവാദങ്ങൾ നിരത്തുന്ന നാമൊക്കെ എത്ര ചെറുതാണെന്നറിയാൻ ഒരു വായനശാലയുടെ അകത്തേക്ക് കയറി നിൽക്കുക.
അവിടെയുള്ള എത്ര ബുക്കുകൾ, എത്ര പുസ്തകങ്ങൾ, എത്ര ഗ്രന്ഥങ്ങൾ നമ്മൾ വായിച്ചനുഭവിച്ചെന്ന് സ്വയം ഒന്ന് ചോദിക്കുക നമ്മളോട് തന്നെ. 100 നല്ല പുസ്തകങ്ങൾ 100 കൂട്ടുകാർക്ക് സമാനമാണെന്നും എന്നാൽ ഒരു നല്ല സുഹൃത്ത് ഒരു ഗ്രന്ഥശാലയ്ക്ക് സമാനമാണെന്നും നമ്മളോട് പറഞ്ഞത് നമ്മുടെ രാജ്യത്തിൻ്റെ അധിപനായിരുന്ന പ്രഥമ പൗരനായിരുന്ന APJ അബ്ദുൽ കലാമാണ്. മലയാളികളുടെ വായനാശീലത്തെ പരിപോഷിച്ച ആചാര്യനായ PN പണിക്കരെ നമുക്ക് ഈ സമയത്ത് ധ്യാനിക്കാം. മറ്റേത് വായനയേക്കാളും ചുറ്റുപാടുകളെ വായിക്കലാണ് പ്രാധാന്യമെന്ന് എന്നെ പലവട്ടം ഓർമ്മിപ്പിച്ച എൻ്റെ പ്രിയപ്പെട്ട അച്ഛനെയും ഞാൻ ഈ അവസരങ്ങളിൽ ഓർക്കുകയാണ്. ചുറ്റുപാടുകളെ വായിക്കു കുഞ്ഞേ എന്നെപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നു എൻ്റെ അച്ഛൻ. പ്രിയപ്പെട്ടവരെ, മറ്റു ജീവികൾക്കില്ലാത്ത പ്രത്യേകത മനുഷ്യനുണ്ട്, കോൺഷ്യസ് ഇൻ്റലിജൻസ്. അതുകൊണ്ടാണ് രത്നാകരൻ വാത്മീകിയായത്. അദ്ദേഹമാണ് ക്രൗഞ്ചമിഥുനങ്ങളിലൊന്നിനെ അമ്പെയ്ത് വീഴ്ത്തിയവരോട് മാനിഷാദ എന്ന് പറഞ്ഞത്, അരുത് കാട്ടാള എന്ന് പറഞ്ഞത്. രുദ്രാനുസാരിയായ ആ ആദികവി, അതുപോലെ തന്നെ ഖുറാനിലെ പ്രസക്ത സൂക്തം, ആ സൂക്തം തന്നെ വായിക്കുക എന്നതാണ്. ഏറ്റവും കൂടുതൽ വിൽക്കപ്പെട്ട ബൈബിളും വായിച്ചറിവിൻ്റെ വിപുല സാധ്യതയിലേക്കാണ് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. അത്തരം വിരൽ ചൂണ്ടലുകൾ നമ്മൾ ശ്രദ്ധിക്കണം. എഴുത്ത് വല്ലാത്ത ഒരു കരുത്താണ്. ഒരു വാക്കുകൊണ്ട് പോലും വായനക്കാരിലേക്ക് 1000 മനോധർമ്മങ്ങൾ കടത്തിവിടുന്ന അത്യുജ്വലമായ കരുത്ത്. വായന ആവശ്യപ്പെടുന്നത് ചാരുകസേരയിലെ അലസതയല്ല എന്ന് ഒരിക്കൽ കൂടി എൻ്റെ പ്രിയപ്പെട്ടവരെ ഓർമ്മപ്പെടുത്താൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. അതൊരു വ്യായാമമല്ല, പഞ്ചേന്ദ്രിയങ്ങളുടെ അനുഭവമാണ്. വായിച്ചറിഞ്ഞ് വളർന്ന് വിജയാകാശത്തിൻ്റെ ശ്രുതിച്ചേർച്ചയിലേക്ക് ഒന്ന് ചേർന്ന് നിൽക്കാം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വായനാ ദിനാശംസകൾ.